വടകരയിൽ സ്നേഹക്കടലായി തണൽ ചായ. ഒറ്റ ദിവസം കൊണ്ട് സമാഹരിച്ചത് 1 കോടി രൂപ. പാവപ്പെട്ട വൃക്കരോഗികൾക്ക് സൗജന്യമായിട്ട് ഡയാലിസിസ് കൊടുക്കുന്നത് മുടങ്ങരുതെന്നുള്ള ഒറ്റ നിർബന്ധം കാരണമാണ് കഴിഞ്ഞ ഞായറാഴ്ച വടകര താഴെയങ്ങാടി ബീച്ചിലേക്ക് ജനം ഒഴുകിയെത്തിയത്. തണലിന്റെ മുറ്റത്ത് ഒത്തുചേർന്ന് അവരൊരു ചായ കുടിച്ചു. ആ ചായക്ക് ഹൃദയം കൊണ്ടാണ് അവർ വിലയിട്ടത്. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തണൽ ഡയാലിസിസ് സെന്ററിന് കിട്ടിയത് 1 കോടി രൂപയാണ്. തണൽ ചായ എന്ന പേരിൽ സംഘടിപ്പിച്ച ഈ ചായപ്പയറ്റിലൂടെ വടകര വീണ്ടും ചരിത്രം എഴുതിയിരിക്കുകയാണ്. അറബിക്കടലിന്റെ തീരത്ത് സുമനസ്സുകൾ ചേർന്ന് വലിയൊരു സ്നേഹക്കടൽ തന്നെ തീർത്തു. ഇന്ത്യയിലെ തന്നെ വലിയ ഡയാലിസിസ് സെന്ററുകളിൽ ഒന്നാണ് വടകരയിലേത്. 295 പേരാണ് ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നത്. 1 വർഷത്തെ പ്രവർത്തനത്തിന് മാത്രം 7 കോടി രൂപ വേണം. നിലവിൽ 1.5 കോടിയോളം രൂപയുടെ കടബാധ്യത തണലിനുണ്ട്. ഇതൊന്ന് തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തണൽ ചായപ്പയറ്റ് നടത്തിയത്. കഴിഞ്ഞ വർഷം ചായപ്പയറ്റ് നടത്തിയപ്പോൾ 26 ലക്ഷം രൂപയായിരുന്നു കിട്ടിയത്. ഇത്തവണ സംഘാടകരുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചാണ് തണലിന് തണലേകാൻ ജനം ഒഴുകിയെത്തിയത്. 10,000-ഓളം പേർ ചായ കുടിക്കാൻ എത്തിയെന്നാണ് കണക്ക്. ഞായറാഴ്ച മാത്രം 60 ലക്ഷം രൂപ 12 കൗണ്ടറുകളിലായി ലഭിച്ചു. 40 ലക്ഷം രൂപയുടെ വാഗ്ദാനവും കിട്ടിയിട്ടുണ്ട്. ഇതോടെ ബാധ്യത ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ഒരു ഡയാലിസിസിന് കിട്ടുന്നത് 810 രൂപയാണ്. എന്നാൽ തണലിന് ഒരു ഡയാലിസിസിന് 1300 രൂപ ചെലവുണ്ട്. 500 രൂപയോളം തണൽ വഹിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടെയാണ് വലിയ ബാധ്യത വന്നത്. സാമ്പത്തിക ബാധ്യത കാരണം ഡയാലിസിസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് രോഗികൾക്കും തണൽ പ്രവർത്തകർക്കും മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. ഇതിനാണ് ജനം ഞായറാഴ്ച ഉത്തരം നൽകിയത്. 4 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ചായപ്പയറ്റ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ 3 മണിയോടെ തന്നെ കടപ്പുറത്തേക്ക് ജനം ഒഴുകിയെത്തി. ചില സമയങ്ങളിൽ ആളുകളുടെ എണ്ണ കൂടുതൽ കാരണം ഭാരവാഹികൾക്ക് ഇവരെ നിയന്ത്രിക്കേണ്ടി വന്നു. ആള് കൂടിയതോടെ പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാനറുമായി വോളണ്ടിയർമാർ സജീവമായി. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ ഇത് നിയന്ത്രിക്കാൻ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങി. ചായയ്ക്ക് പുറമെ പലഹാരവും നൽകി. തണൽ വോളണ്ടിയർമാർ വീടുകളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നതായിരുന്നു പലഹാരങ്ങൾ. തണലിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജം കിട്ടിയ ഒരു പരിപാടിയായി ചായപ്പയറ്റ് മാറി. ധൈര്യത്തോടെ മുന്നോട്ടു പോകാൻ ജനം ഞങ്ങൾക്ക് നൽകിയ പ്രചോദനമാണിതെന്ന് ഡോക്ടർ വി ഇദ്രിസ് പറഞ്ഞു. തണലിൽ ഡയാലിസിസിനായി കാത്തിരിക്കുന്ന ഒരു രോഗി പോലും ഇനി ഉണ്ടാവില്ല. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തും. ഇനിയും ബാധ്യത കൂടുമെങ്കിലും ജനം കൂടെയുള്ളതുകൊണ്ട് അതെല്ലാം മറികടക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.